പെൻഷൻ നൽകേണ്ട ബഹുഭൂരിപക്ഷം പേരെ അവഗണിക്കുന്നതിലും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വർഷങ്ങളുടെ കുടിശ്ശിക വരുത്തിയതിലും പ്രതിഷേധിച്ച് 1 ലക്ഷം കർഷക സമിതി ഫെബ്രുവരി 7-ന് കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ.പി. ബൈജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാർഷിക വിപുലീകരണത്തിനും തൊഴിലില്ലായ്മ പരിഹരിക്കാനുമാണ് 1994-ൽ സർക്കാർ 1 ലക്ഷം കർഷക പദ്ധതി നടപ്പിലാക്കിയതെന്ന് ബൈജു പറഞ്ഞു. 1000 രൂപ അടച്ചാണ് കേരളത്തിലെ 1 ലക്ഷത്തിലധികം പേർ പദ്ധതിയിൽ അംഗമായത്. 60 വയസ്സുവരെ കൃഷി ചെയ്യുന്നവർക്ക് അപകടം, മരണം, വൈകല്യം, ആശ്രിത ധനസഹായം എന്നിവ പദ്ധതിയുടെ ആനുകൂല്യങ്ങളായി പ്രഖ്യാപിച്ചിരുന്നു. 60 വയസ്സിന് ശേഷമുള്ള പെൻഷൻ പൂർണ്ണമായി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ 12,000-ഓളം പേർക്ക് പെൻഷൻ നൽകിയെങ്കിലും 2 വർഷത്തിലധികമായി കുടിശ്ശികയാണ്. ഒരു തരത്തിലുമുള്ള അടവില്ലാതെ വികലാംഗ, വാർദ്ധക്യ, വിധവ, വികലാംഗ പെൻഷനുകൾ ലഭിക്കുമ്പോഴാണ് പണമടച്ച് പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് പെൻഷനും ഗ്രാറ്റുവിറ്റിയും ലഭിക്കാതിരിക്കുന്നത്. പെൻഷൻ പദ്ധതിക്കായി ബജറ്റിലും നീക്കിയിരിപ്പില്ല. മന്ത്രിമാരുമായി സംസാരിച്ചിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് സമരത്തിനിറങ്ങുന്നതെന്നും ബൈജു പറഞ്ഞു. 1 രൂപ പോലും അടയ്ക്കാതെ വാർദ്ധക്യ പെൻഷനൊക്കെ 1600 രൂപ കൊടുത്തോണ്ടിരിക്കുക. ഒരു പദ്ധതിയിൽ ചേർന്ന് 30 വർഷം കഴിഞ്ഞു, കുറച്ച് പേർക്ക് കിട്ടി. അത് അടച്ച പൈസ ഇനി സർക്കാരിൻ്റെ ഫണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അതിന് ഫണ്ട് ബഡ്ജറ്റ് പ്രൊവിഷനിലൂടെ ഫണ്ട് കണ്ടെത്തി എല്ലാവർക്കും പെൻഷൻ കൊടുക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞത് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് പ്രപ്പോസൽ ചെയ്യാം എന്ന് അന്നത്തെ കമ്മിറ്റിയിൽ തീരുമാനിച്ചു. പ്രപ്പോസൽ ചെയ്യാൻ തീരുമാനിച്ചു. ഡയറക്ടർ കൊടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റിൽ തുക ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. വീണ്ടും ഞങ്ങൾ മന്ത്രിയായിട്ട് സംസാരിച്ചു, ഡയറക്ടറുമായിട്ട് സംസാരിച്ചു. സാറേ, കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള പൈസയേ ഉള്ളല്ലോ. ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കും. ഇപ്പോൾ ഈ 2025-ൽ പെൻഷനായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കാനുള്ള തുക തികയത്തില്ലല്ലോ. ആ സാഹചര്യത്തിൽ ബഡ്ജറ്റ് പ്രൊവിഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും പോംവഴി ചെയ്യാമെന്ന് പറയാം. എന്ത് പോംവഴി? അപ്പോൾ ഈ വർഷത്തിൽ എല്ലാവർക്കും കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. ബഡ്ജറ്റിൽ തുക ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടില്ല. ബഡ്ജറ്റിൽ തുക ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഈ പദ്ധതി ചേർന്നിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും അടിയന്തരമായി പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ചികിത്സാ സഹായം ഒക്കെ ഒന്നും കൊടുക്കുന്നില്ല. അടിയന്തരമായി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ജില്ലകളിലും, ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഒരു പ്രതിഷേധ, സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം മനസ്സിലാക്കുകയാണ്. കെ.ആർ. സാജുമോൻ, ഗിരീഷ് കുമാർ എലപ്പുള്ളി, എസ്. ശശിധരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.